കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിലെ ഒരു തറയിലോട്ടാണ് ഞാനിപ്പം പോകുന്നത്. അല്ലല്ലേ, കറണ്ട് കൊണ്ട് ഓടിക്കാണ്, തന്നെ ഓട്ടോമാറ്റിക്കലാണ്. അത് വേറെ സ്ഥലത്ത് ഉണ്ടാക്കി വരുന്നത്. ഓ, കൊണ്ടുവന്നിട്ടാണ് ഇവിടെ അടിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനത്തെ സാധനം അത് 1000 രൂപ 1500 രൂപ റേഞ്ച് വരും. കൈത്തറിക്ക് കൂടുതലാണ്, റേറ്റ് കുറവാണ്. പക്ഷെ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നല്ലേ. ഭയങ്കര കടകള് ഇതിനു മാത്രം നമ്മുടെ ഈ തറികളിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കി വരും? അല്ല, മെഷീനിൽ ചെയ്യുന്ന അല്ലേ? ആ, ഓക്കെ. അതെ അല്ലേ, നൂലൊക്കെ നമ്മൾ മേടിക്കുക അല്ലേ? ഓ, അങ്ങനെ. ആ ആ ആ ആ ആ ഇത് കുഴിത്തറി എന്ന് പറയുന്നതാ അല്ലേ? ആ ആ ആ ആ ഇതാണ് നമ്മുടെ ഡിസൈനിലെ വർക്ക്. ആ ഡിസൈനിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? കാർഡ്. ഓ, ആ കാർഡിനകത്തൂടെ ഈ നൂല് ഇറങ്ങി വരും അല്ലേ? കാർഡിന്റെ അകത്തൂടാണ്, ആ തുളയുടെ കാർഡാണ്, ഇതാണ് ഇതിന്റെ കൂടി വരുന്നത്. അങ്ങനെയാണ് ഇതിന്റെ അതല്ലേ. അപ്പൊ ഇത് നമ്മൾ ഓരോ കടക്കാർക്ക് കൊടുക്കാനായിട്ടാണ് അവരുടെ ഡിസൈൻ. ആ, ഓ ശരി. ആ ആ ആ അതാണല്ലോ നമ്മുടെ ഗ്രാമത്തിന്റെ പേര്. ഈ റോഡ് ഭാരതപ്പുഴയല്ലേ ചേരുന്നേ? അവിടെ പാലം ഉണ്ടാക്കിയോ? അതെല്ലേ. അതിലെ പോയി നമുക്ക് ഇറങ്ങിയാൽ ഓ, ലക്കിടിപ്പാനോ? ആ ആ ആ തിരുലാവല. ആ ആ ഇപ്പം എന്താ ഇത് നെയ്യുന്ന എന്തുവാ? സാരിയാണോ? സാരി. ഈ സാരിയൊക്കെ ഫുള്ള് നെയ്ത് നമ്മൾ എത്ര രൂപയൊക്കെ വരും ഇത്രയും സാരിക്കൊക്കെ? അല്ല, ഈ സാരി നമുക്ക് 5 ദിവസം പിടിക്കും ഒരു സാരി. ആണല്ലേ? ആ, എന്നിട്ട് ഇത് അപ്പം നല്ല വിലയും വരികയല്ലേ? ആ, നല്ല വില. നമ്മൾ ഷോറൂമിലൊക്കെ എടുക്കുന്ന കല്യാണത്തിന് അത്യാവശ്യം VIP കൊടുക്കുന്ന സാധനമാണ്. ഓ, കല്യാണത്തിനൊക്കെ ഉള്ള സാരി അല്ലേ? നല്ല VIP കളായിട്ട് സിനിമ സ്റ്റാറുകൾ അങ്ങനെയൊക്കെ വലിയ. ഓ, അത് ശരി. ഷോറൂമിലൊക്കെ എടുക്കുന്ന 25-30 രൂപ. അതല്ലേ? ആ, ഓക്കെ ഓക്കെ. പക്ഷെ നമ്മൾ നെയ്ത്തുകാരനൊരു ഗുണമില്ല. ആ, എന്ത് ചെയ്യാനാ. ഇത് നല്ല വിലയുള്ള സാരിയാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. സാധാരണയായിട്ട് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 7-7:30 വരെ കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ടാവും. ആണല്ലേ? അങ്ങനെ 5 ദിവസം എടുക്കും അല്ലേ? 5 ദിവസം എടുക്കും. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഒരാഴ്ചക്ക് ഒരു സാരി ഉണ്ട്. 8 ദിവസം ഒരു സാരി മുറിച്ചെടുക്കുന്നത്. ഇതൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചതാണോ? ഞാനിത് പഠിച്ചിട്ട് ഒരു 40 കൊല്ലം. അതല്ലേ? അപ്പം 40-42 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയതല്ലേ? ഇവിടെ എത്ര ആൾക്കാർ കാണും? ഈ ഇപ്പൊക്കെ കുറവായി, ഒരുപാട് കുറവായി. അതെല്ലേ? കയറിക്കഴിഞ്ഞാൽ ഒരു 10-50 കയറി ഉണ്ടായാലേ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കുറഞ്ഞു പോയില്ലേ? മറ്റേ ഒത്തിരി ഉണ്ടായിരുന്നല്ലേ? ആദ്യമൊക്കെ 2000-3000 ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കുറഞ്ഞു, ഒരുപാട് കുറഞ്ഞു. എഴുത്തുകാരായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. വരികയല്ലേ? ആ,
ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും. കുറച്ച് ആൾക്കാരൊക്കെ ഇത് നമ്മൾ കടയിൽ കൊടുക്കണതല്ലേ, അവരൊക്കെ ലൈനിലാണ്. അല്ലാണ്ട് ഇവിടെ കുത്താമ്പള്ളിയിലല്ലല്ലോ, അവരൊക്കെ ലൈനിൽ. നിങ്ങൾക്ക് സൊസൈറ്റി ഒക്കെ ഇല്ലായിരുന്നോ? സൊസൈറ്റി കഴിഞ്ഞപ്പോൾ സൊസൈറ്റിനൊക്കെ പഠിച്ചെടുത്തു ആണല്ലേ? ഓ ശരി ശരി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ബുദ്ധിമുട്ടുള്ളത്. സൊസൈറ്റിൻ്റെ വെച്ച പ്രശ്നമില്ല, സൊസൈറ്റിക്ക് പോകും. ഞാനുണ്ടല്ലോ ഇതിന്റെ ശബ്ദം നോക്കി നോക്കി വന്നതാ. പിന്നെ ശബ്ദം. ഓ അങ്ങനെ അതാണല്ലേ? അല്ല ഇതൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണം അല്ലേ? ഒരുപാട് ഇത് വന്നു, ഇതെല്ലാം മെഷീനായില്ലേ? ഒരുപാട് നമുക്ക് ഒരുപാട് സാധനങ്ങളിലായി. പക്ഷെ പണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഈ സാധനം കിട്ടുന്ന. ഇന്നൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വയസ്സുണ്ട്? ആര്? എനിക്ക് 60 വയസ്സായി. മക്കളൊക്കെ ഇതിലുണ്ടോ? ഇത് വലിയ മകനാണ്. അത് പിന്നെ ചെറിയ മകൻ കടയിൽ പഠിച്ചിട്ടുണ്ടോ അല്ലേ? ചെറിയ മകൻ കടയ്ക്ക് പോകുന്നുണ്ട്. പേരെന്നായിരുന്നു? പേര് സെൽവരാജ്. തണുപ്പുള്ള സ്ഥലത്ത് ഇടാമല്ലോ. ഭയങ്കര ചൂടല്ലേ? തണുപ്പുള്ള സ്ഥലത്ത് അവിടെ താഴെ പോയ ചായക്കടയുണ്ട്, ആ സൈഡിലൊക്കെ ഇടാം. ഇയാൾ നമ്മുടെ അല്ലേ ടി വി ഒക്കെ? അപ്പൊ ഇതിനകത്ത് എത്ര തറിയുണ്ട്? നമ്മളിവിടെ 2 അതെ അല്ലേ? അപ്പോഴേ എൻ്റെ കൂടെ വന്ന ആൾക്കാർ കിടന്ന് ധൃതി വെക്കുന്നു. 30 കൊല്ലത്തിന് മുമ്പ് പണ്ട് ജോസ് ജംഗ്ഷൻ ജോസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ കുറെ കാലം തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുതലാളിയായിട്ട്. എറണാകുളം ജോസും പിന്നെ കോട്ടയം ജോസിന് മാത്രം. ജോസൊക്കെ പോയില്ലേ? അതാണ് ജോസുള്ളപ്പോ നമുക്ക് നല്ലതാണ്. അതൊക്കെ പോയി, അതൊക്കെ പഴയതാണ്. ഇത് ഈ ഡിസൈനൊക്കെ ആരാ ചെയ്തു തരുന്നത്? ഇതൊക്കെ ഇത് നമ്മള് ഇതിന്റെ വേറെ ആൾക്കാരുണ്ടോ അത് ചെയ്തു തരും, അവർ ചെയ്തു തരും അല്ലേ? ഒരു കാർഡ് അടിച്ചെടുക്കണ 15 രൂപ. 15,000 രൂപയോ? 15 രൂപ ഒരു കാർഡ്. ഓ ഒരു സാരിയുടെ ഒരു കാർഡ്. ഇതിന്റെ ഒരു കൈറിയിട്ടുണ്ടല്ലോ, ആ ഒരു കാർഡ് അടിക്കണ 10 ഇതിന് 300 കാർഡ് ഉണ്ട്. ഒരു കാർഡിന് 15 രൂപ വെച്ചാൽ 300 4,500 രൂപയാണ്. അവിടെ നിന്ന് കോരിയിട്ട് കഴിഞ്ഞാൽ 1000 രൂപ വരും. 1500 രൂപ ഒരു ഡിസൈന് വേണം. ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള സാധനത്തിന് 5,500 രൂപ വാങ്ങി ഡിസൈൻ വേണം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ട് ഇതാക്കണമെന്ന് വെച്ചാൽ കുറേയൊക്കെ ഇതൊക്കെ തമിഴ്നാടാണ് ഇതിന്റെ പണി. ഇതിനൊക്കെ കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ വന്നോണ്ട് എളുപ്പമായി കേട്ടോ. എളുപ്പം തന്നെ. പക്ഷെ അവർ പൈസ മേടിക്കുന്നത് കൂടുതലാണ്. കൈപ്പണി എടുക്കുന്നതിലും ഇതിൽ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുവാ അല്ലേ? ശരി ശരി ശരി. ഓക്കെ. ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്താണ് നമ്മൾ ചെയ്തല്ലേ? ഇതിന് കടക്കാർക്ക് കൊടുക്കുമോ?